സ്നേഹം തഴുകി തഴുകി വിടർത്തിയ മോഹത്തിൻ പൂക്കളുലഞ്ഞു. എൻ്റെ മൺവീണയിൽ കൂടണയാനൊരു മൗനം പറന്നു പറന്നു വന്നു. നമസ്കാരം. പാട്ടിൻ്റെ പാലാഴി എന്ന സംഗീതാസ്വാദന പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ അനുസ്മരിക്കുന്നത് പ്രശസ്ത സംഗീത സംവിധായകൻ ജോൺസൺ മാസ്റ്ററെ. ഗാനാസ്വാദകർക്കിടയിൽ ഇങ്ങനൊരു ചൊല്ലു തന്നെയുണ്ട്: നനുത്ത മഴയും കട്ടൻ കാപ്പിയും പിന്നെ ജോൺസൺ മാഷിൻ്റെ ഗാനങ്ങളും. മെലഡിയുടെ മാന്ത്രികത കൊണ്ട് നമ്മെ വിസ്മയിപ്പിച്ച സംഗീതകാരൻ. അദ്ദേഹം തീർത്ത പാട്ടിൻ്റെ പാലാഴിയിലൂടെ ഒരു സഞ്ചാരം. എന്നോടൊപ്പം ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന ദീപികയുടെ സീനിയർ സബ് എഡിറ്റർ വിധുലാൽ. നമുക്ക് ജോൺസൺ മാഷിൻ്റെ ഗാനങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം കടന്നു വന്ന ഒരു വഴി, അതായത് എങ്ങനെ സിനിമയിലെത്തിയെന്ന് ചെറുതായി ഒന്ന് ആമുഖമായി പറയുന്നത് നന്നായിരിക്കും. ജോൺസൺ മാസ്റ്ററുടെ സംഗീത സൗകര്യം ആരംഭിക്കുന്നത് തൃശ്ശൂർ നെല്ലിക്കുന്ന് സെൻറ്റ് സെബാസ്റ്റ്യൻ ചർച്ചിലെ ക്വയർ സംഘത്തോടൊപ്പമാണ്. 15 വയസ്സ് മാത്രമുള്ള ജോൺസനാണ് പിന്നീട് വോയിസ് ഓഫ് തൃശ്ശൂർ എന്ന സംഗീത ട്രൂപ്പിന്, ഗാനമേള സംഘത്തിന് രൂപം നൽകുന്നത്. ഈ ഗാനമേള സംഘം പോപ്പുലറായി കഴിഞ്ഞപ്പോൾ അതിൽ പി ജയചന്ദ്രനും മാധുരിയും ഉൾപ്പെടെയുള്ളവർ ഗാനങ്ങൾ ആലപിക്കാനെത്തി. ദേവരാജൻ മാസ്റ്റർക്ക് പോലും ഈ സംഘത്തെക്കുറിച്ച് അന്ന് പരിചയമുണ്ടായിരുന്നു. അങ്ങനെ ഒരിക്കൽ തൃശ്ശൂർ ദേവരാജൻ മാസ്റ്റർ എത്തുകയും ജോൺസൻ്റെ പരിപാടി കാണുകയും ജോൺസനെ ഇഷ്ടപ്പെടുകയും ചെയ്തു. അങ്ങനെ ജോൺസനെ ചെന്നൈയിലേക്ക് ക്ഷണിക്കുകയാണ്. ചെന്നൈയിൽ മ്യൂസിക് ട്രൂപ്പിൽ അദ്ദേഹത്തിൻ്റെ സംഗീത സംഘത്തിൽ ജോൺസനെയും കൂട്ടി. അതിലെ മ്യൂസിക് കണ്ടക്ടർ, അസിസ്റ്റൻറ്റ് മ്യൂസിക് കണ്ടക്ടറായി ജോൺസൺ മാറി. പിന്നീടാണ് സിനിമയിൽ ആദ്യ അവസരം എങ്ങനെയായിരുന്നു? ആദ്യ അവസരം ശരിക്കും ഭരതൻ്റെ ചിത്രത്തിലാണ്. ഭരതൻ്റെ ആരവം എന്ന ചിത്രത്തിലാണ് ജോൺസൺ ആദ്യമായി പശ്ചാത്തല സംഗീതം കേൾക്കുന്നത്. അന്ന് പത്മരാജനും ഭരതനും ബാലചന്ദ്രമേനോനും ജോഷിയും ഒക്കെ ഒരു വലിയൊരു സംഗീത കൂട്ടായ്മയെ ഒക്കെ രൂപപ്പെട്ടിരുന്നു. അങ്ങനെ ജോൺസണുമായിട്ടുള്ള ചർച്ചകളിൽ ഭരതനും പത്മരാജനും എല്ലാം ഒരു സൗഹൃദ കൂട്ടായ്മ രൂപപ്പെട്ടു. ഭരതൻ തൻ്റെ ആരവം എന്ന ചിത്രത്തിൽ പശ്ചാത്തല സംഗീതത്തിന് ജോൺസനെ നിയോഗിക്കുന്നു. പിന്നീട് 1981 ആണ് ആദ്യത്തെ സംഗീത സംവിധായകൻ എന്ന നിലയിൽ ആദ്യത്തെ ചിത്രം വരുന്നത് ഇണയെ തേടി എന്ന ചിത്രമാണ്. ആന്റണി ഇൻസ്ട്രുമെന്റ് സംവിധാനം ചെയ്ത ഇണയെ തേടി. അതിലെ വിപിന പാടിക കുയില് തേടി, വിഭഞ്ചകയോ മണിവിരൽ തേടി എന്ന് പറഞ്ഞ ആർ കെ ദാമോദരന്റെ വരികൾ. പക്ഷെ ആ സിനിമ അത്ര ശ്രദ്ധിക്കപ്പെട്ടില്ല. ആ സിനിമയ്ക്ക് മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ട്. സിൽക്ക് സ്മിത ആദ്യമായിട്ട് അഭിനയിച്ച ചിത്രം കൂടിയാണത്. പക്ഷെ ആ സിനിമയുടെ പ്രമേയം മലയാളികൾക്ക് അത്ര ദഹിക്കുന്നതായിരുന്നില്ല ആ കാലത്ത്. അങ്ങനെ ആ ചിത്രവും വിസ്മരിക്കപ്പെട്ടു, ഗാനവും വിസ്മരിക്കപ്പെട്ടു. അതേ വർഷം തന്നെ രക്തം എന്ന സിനിമ, അതാണ് ശരിക്കും ഒരു കൊമേഴ്ഷ്യൽ സിനിമയാണ്. ആ ചിത്രത്തിലെ മഞ്ഞിൽ ചേക്കേറും മകര പെൺപക്ഷി, മൗനപ്പൂചൂടും ഇന്ദീവരാക്ഷി, മധുഗാന മൃദുരാഗം നീ മനസ്സിനീ മനോഹരി. ഈ ഗാനം ഒത്തിരി ശ്രദ്ധിക്കപ്പെട്ടു. അതെ, ഇതുപോലെ തന്നെ ഇതിൽ മറ്റൊരു ഗാനം, ഇതൊരു പ്രണയഗാനമാണെങ്കിൽ വളരെ ഫിലോസഫിക്കൽ ടച്ചുള്ള ഒരു ഗാനമായി മറ്റൊരു ഗാനം കൂടി ഉണ്ട്. സുഖം ഒരു ഗ്രീഷ്മമിറങ്ങിയ ഭൂവിൽ നിഴൽ മാത്രം, സുഖം ഒരു ഗ്രീഷ്മമിറങ്ങിയ ഭൂവിൽ നിഴൽ മാത്രം, മനം അതു തേടി നടന്നൊരു ഭ്രാന്തൻ പ്രതിഭാസം, സുഖം ഒരു ഗ്രീഷ്മമിറങ്ങിയ ഭൂവിൽ നിഴൽ മാത്രം. യേശുദാസിന്റെ ആ ശബ്ദമാധുരിമയിൽ ഈ 2 ഗാനങ്ങളും പോപ്പുലറായി. അതെ, അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, ഈ 70കളിൽ ദേവരാജൻ, കെ രാഘവൻ, എ.ടി. ഉമ്മർ ഇങ്ങനെയുള്ള മാസ്റ്ററുകൾ, മാസ്റ്റർ, ദേവരാജൻ മാസ്റ്റർ, അവർ കാലഘട്ടം കഴിഞ്ഞു. മാത്രമല്ല ആ ഗാനശാഖയിൽ വ്യത്യസ്തമായിരുന്നു. ജോൺസനാണ് അതിന് തുടക്കമിട്ടത്. ജോൺസൺ, ശ്യാം, ജെറിയ മിൽദേവ്. അപ്പം 70ലെ ഗാനങ്ങളിൽ നിന്നും അതിനൊരു, എനിക്ക് തോന്നുന്നൊരു കുറച്ച് പാശ്ചാത്യ ശൈലിയും കൂടെ ഒരു നാടക പിന്നണി ഗാന ഉപകരണങ്ങളായിരുന്നു അന്ന് ഉപയോഗിച്ചത്. അത് ശരിക്കും പാശ്ചാത്യ സംഗീതത്തിലേക്ക് വരികയാണ്. പാശ്ചാത്യ സംഗീതം പരീക്ഷണമായിട്ട് ഉപയോഗിച്ചത് ജോൺസൺ മാസ്റ്റർ തന്നെയാണ്. അതെ അതെ, അതിൽ മെലഡികളിൽ കൂടുതലായിട്ട് പാശ്ചാത്യ ഉപകരണത്തെ ഉപയോഗിച്ച് വളരെ മനോഹരമാക്കി ജോൺസൺ അതിനെ മാറ്റി. അന്ന് എം ജി രാധാകൃഷ്ണനും
രവീന്ദ്രനും ഒക്കെ കടന്നു വരുന്ന കാലമാണ്. ശ്യാമ്, ജെറി അമൽദേവ് ഒക്കെ ഈ ഒരു പരീക്ഷണത്തിൽ മലയാള സംഗീതത്തിൽ ഇത്തരം പരീക്ഷണങ്ങൾ നടത്തി വിജയിച്ചവരാണ്. യേശുദാസ് ജോൺസൺ മാസ്റ്റർ കോംബോയിൽ നിരവധി ഗാനങ്ങളുണ്ട്. 80കളുടെ ഒരു പകുതിയിൽ. ഇത് 81-ലായിരുന്നു. 84-85 ആയപ്പോഴേക്കും അദ്ദേഹത്തിന്റെ ആധിപത്യം മലയാള സിനിമയിൽ അതിശക്തമായി. ജോൺസൺ മാസ്റ്റർ, യേശുദാസ്, എസ് ജാനകി, ആ ഒരു യുഗമായി. അപ്പോൾ അതിലെ ഒരു ഗാനം എന്ന് പറഞ്ഞാൽ അന്നത്തെ ഹിറ്റുകളിൽ നമുക്ക് എടുത്തു പറയാവുന്ന ഒരു ഗാനം എന്ന് പറയുന്നത് ബാലചന്ദ്രമേനോന്റെ, അതും പ്രേമഗീതങ്ങളിലെ സ്വപ്നം വെറുമൊരു സ്വപ്നം, സ്വപ്നം സ്വപ്നം സ്വപ്നം. എസ് ജാനകിയോടൊപ്പം മറ്റൊരു ഗാനമുണ്ട്. ഇതളഴിഞ്ഞു വസന്തം ഇളമൂടി പൂവിരിഞ്ഞു, ഇതിലെ വരൂ ഇണക്കിളി ഇളം ചുണ്ടിലോ മനപ്പാട്ടുമാ. പിന്നീട് ജോഷി സംവിധാനം ചെയ്ത സന്ദർഭം 84 അതിൽ ഹിറ്റ് ഗാനങ്ങളുണ്ട്. അതിലൊരു ഗാനം ബിലാൽ പറഞ്ഞതുപോലെ യേശുദാസിന്റെ ഒരു കോമഡി ഗാനമാണ്. പക്ഷെ യേശുദാസിന്റെ 10 സ്വരങ്ങളുണ്ടെന്നാണ് സാധാരണ സംഗീതജ്ഞർ പറയുന്നത്. പല ടോണിൽ ജയചന്ദ്രനൊക്കെ ഒരു ഗാംഭീര്യമുള്ള ശബ്ദം ഉണ്ടെങ്കിൽ യേശുദാസിന് 10 ടോണിൽ പാടാൻ പറ്റും. സെമി ക്ലാസിക്കൽ ഒരു വേറെ ശബ്ദം, ഭക്തിഗാനങ്ങൾ പാടും വേറെ, ഇങ്ങനെ ഒരു ടോണിൽ. അപ്പോൾ അതിൽ പരീക്ഷണത്തിൽ യേശുദാസ് പാടിയ പാട്ടാണിത്. ഡോക്ടർ സാറേ, ലേഡി ഡോക്ടർ സാറേ, എൻ്റെ രോഗമൊന്നു മാറ്റണേ ആദ്യം തന്നെ, സീരിയസ് ആണേ കാര്യം സീരിയസ് ആണേ, നേരം പോയാൽ പിന്നെ ആപത്താണേ. മമ്മൂട്ടിയും ബേബിശാലയുള്ള ഗാനരംഗം. ഡോക്ടറായ അമ്മയുടെ പിണക്കം മാറ്റാൻ വേണ്ടി രണ്ടുപേരും ചേരുന്ന നല്ലൊരു സന്ദർഭമുണ്ട് അതിൽ. അതിൽ തന്നെ വേറൊരു പാട്ടുണ്ട് അതിൽ. അത് പണ്ടൊരു കാട്ടിലൊരാൺ സിംഹം മരിച്ചു വാണിരുന്നു, ജീവികൾക്കെല്ലാം ശല്യമായി എന്നും മേഞ്ഞിരുന്നു, സിംഹം എന്നും മേഞ്ഞിരുന്നു. ജോൺസൺ മാഷിനെ കുറിച്ച് പറയുമ്പോൾ മറ്റൊരു കാര്യം കൊണ്ടുണ്ട്. സിനിമകളിലെ പശ്ചാത്തല സംഗീതം അത് പലർക്കും അറിയില്ല. പല ഹിറ്റ് അല്ലെങ്കിൽ ഹിറ്റ് ചിത്രങ്ങളിലെയും പ്രേക്ഷകരുടെ ഹൃദയത്തെ കവർന്ന പശ്ചാത്തല സംഗീതം, ആ സിനിമയുടെ വിജയത്തിന് തന്നെ പ്രധാന പങ്ക് വഹിച്ച പശ്ചാത്തല സംഗീതം. തൂവാനത്തുമ്പികൾ, വന്ദനം, ചിത്രം, മണിച്ചിത്രത്താഴിൽ തന്നെ ആ ഒരു വീണയുടെ 2 ടോൺ കയറി വരുമ്പോഴേ നാഗവല്ലിയുടെ പെട്ടെന്നുള്ള ഭാവവ്യതിയാനങ്ങൾ. ഒരു രസം എന്ന് വെച്ചാൽ മണിച്ചിത്രത്താഴിലെ സംഗീതം നിർവഹിച്ചിരിക്കുന്ന എം ജി രാധാകൃഷ്ണൻ ആണെങ്കിലും പശ്ചാത്തല സംഗീതം മാത്രമാണ് മാന്ത്രികത സൃഷ്ടിക്കുന്നുണ്ട് അദ്ദേഹം. യേശുദാസ് ജോൺസൺ കോംബോയിലേക്ക് തന്നെ നമുക്ക് മടങ്ങി വരാം. ജോഷിയുടെ ഒരു കുടക്കീഴിൽ എന്ന ചിത്രത്തിലെ അനുരാഗിണി എക്കാലത്തെയും ഒരു ഹിറ്റ് ഗാനമാണ്. അനുരാഗിണി ഇതായൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ ഒരു രാഗമാലയായി ഇതു നിന്റെ ജീവനിൽ. ഒരു മിന്നാമിനുങ്ങിന്റെ നുറുങ്ങുമട്ടത്തില് മെല്ലെ മെല്ലെ മുഖപടം തെല്ലൊതുക്കി അല്ലിയാമ്പൽ പൂവിനെ തൊട്ടുണർത്തി ഒരു കുടന്ന നിലാവിൻ്റെ കുളിരുകോരി നിറുകയിൽ അരുമയായി കുടഞ്ഞതാരോ. വരവേൽപ്പിലെ വെള്ളാരപ്പൂമലമേലെ പൊൻകിണ്ണം നീട്ടി നീട്ടി ആകാശപ്പൂമുടി ചൂടി മുകിലാരപ്പെട്ടു ചുറ്റി ഓണത്താറാടി വരുന്നേ ഹൃദയസ്പർശിയായ മറ്റൊരു ഗാനമുണ്ട്. സിബി മലയിലിന്റെ ചെങ്കോലിലെ മധുരം ജീവാമൃതം. മധുരം ജീവാമൃതബിന്ദു ഹൃദയം പാടും ലയസിന്ധു മധുരം ജീവാമൃതബിന്ദു. സൗഗന്ധികങ്ങളെ ഉണരൂ വീണ്ടുമെൻ മുഖമാം രാത്രിയിൽ
പാർവണം പെയ്യുമീ ഏകാന്തയാമ വീഥിയിൽ. ഇതോടൊപ്പം ഒരു ഒരു കാര്യം കാര്യം പറയാം. പറയാനുണ്ട്, ഞങ്ങളാരും ഇതിൽ ഗായകരല്ല, ഞങ്ങൾ ഗാനാസ്വാദകർ. ആസ്വാദകർ മാത്രമാണ്. നിങ്ങളെപ്പോലെ തന്നെ ഭൂരിപക്ഷ ആളുകളെ പോലെ ഗാന ആസ്വാദകരാണ്. പാട്ട് പഠിച്ചിട്ടില്ല. എന്തെങ്കിലും തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ സദയം ക്ഷമിക്കുക. ഗോളാന്തര വാർത്തയിൽ മമ്മൂട്ടിയും ശോഭനയും തമ്മിലുള്ള നല്ലൊരു ഗാനരംഗമുണ്ട്. അതിൽ ഈ പാട്ട്, യേശുദാസിൻ്റെ നല്ലൊരു പാട്ടുണ്ട്. ഇനിയൊന്നു പാടൂ ഹൃദയമേ, എൻ പനിമതി മുന്നിലുദിച്ചുവല്ലോ, ശിശിര നിലാവിൻ പുടവ ചുറ്റി എൻ ശശിരേഖ കൈവിളക്കേന്തി നിൽപ്പൂ. സമൂഹത്തിലെ തൂമഞ്ഞിൻ നെഞ്ചിലൊതുക്കി, തൂമഞ്ഞിൻ നെഞ്ചിലൊതുങ്ങി മുന്നാഴി കനവ്, സൂര്യാംശൂരു വയൽ പൂവിലും വൈരം പതിക്കുന്നു. ഈ പുഴയും കടന്നിലെ രാത്തിങ്കൾ പൂത്താലി ചാർത്തി കണ്ണിൽ നക്ഷത്ര നിറദീപം നീട്ടി, നാലില്ല കോലായിൽ പൂവേളി പുൽപ്പായിൽ നവമി നിലാവേ നീ വിരിഞ്ഞു. സല്ലാപത്തിലെ ഗാനമുണ്ട്. ദിലീപും മഞ്ജു വാര്യർ ആദ്യമായി ഒന്നിച്ച സിനിമയാണ്. പൊന്നിൽ കുളിച്ചു നിന്നു ചന്ദ്രികാവസന്തം, ഗന്ധർവഗായകന്റെ മന്ത്രവീണ പോലെ. ഇങ്ങനെ നിരവധി ഗാനങ്ങളുണ്ട്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ തൽക്കാലം നമുക്ക് യേശുദാസിനെ നിർത്തിയിട്ട് കുറച്ച് ഗായകരെയും കൂടി പരാമർശിച്ചുകൊണ്ട് നമുക്ക് പ്രോഗ്രാം അവസാനിപ്പിക്കാം. അതിൽ പറയേണ്ട ജയചന്ദ്രനാണ്. ശരിക്കും യേശുദാസ് പാടിയതിൻ്റെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു വളരെ ചുരുക്കം ഗാനങ്ങളാണ് ഉള്ളൂ. പക്ഷെ അതിലൊരു വൻ ഹിറ്റുണ്ട്. ശേഷം കാഴ്ചയിലെ മോഹം കൊണ്ട് ഞാൻ. മോഹം കൊണ്ടു ഞാൻ ദൂരേതോ ഈണം പൂത്തനാൾ മധു തേടിപ്പോയി, നീളേ താഴെ കതിരാർന്നു പൂവനങ്ങൾ. മോഹം കൊണ്ടു ഞാൻ ദൂരേതോ. കണ്ണെത്താമല മാമലയേറി നോക്കെത്താ കടവ് കടന്നു വരുന്നുണ്ടേ, പള്ളിപ്പാന പന്തലൊരുക്കണ ഗുടുഗുടു വാണ്ടിച്ചെണ്ട മുറുക്കണതി മൃതത്തെ തകതി മൃതത്തെ. ഇനി നമുക്ക് ഗായികമാരിലേക്ക് വരാം. എസ് ജാനകി, ചിത്ര, വാണി ജയറാം ഇവരുടെ കരിയർ ബെസ്റ്റ് ഗാനങ്ങളാണ് ജോൺസൺ മാഷിൻ്റെതായുള്ളത്. എസ് ജാനകിയുടെ ഗാനങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ സ്വർണ്ണമുകിലേ സ്വർണ്ണമുകിലേ സ്വപ്നം കാണാറുണ്ടോ നീയും, സ്വപ്നം കാണാറുണ്ടോ. പിന്നെ ആടിവാക്കാറ്റെ എന്ന പാട്ടുണ്ട്. കൂടെ എവിടെയല്ലേ? കൂടെവില്ലേ. ആടിവാക്കാറ്റെ പാടിവാക്കാറ്റെ ആയിരം പൂക്കൾ നുള്ളിവാ. നസീമയിലെ ഇനി ചിത്രയിലേക്ക് വരാം. ചിത്രയിലെ നിരവധി ഗാനങ്ങൾ, സംസ്ഥാന അവാർഡ് കിട്ടിയതുൾപ്പെടെ ഒട്ടേറെ ഗാനങ്ങൾ ഉണ്ട്. അതിൽ ഒരു കഥ ഒരു നുണക്കഥ എന്ന ചിത്രത്തിലെ ഗാനമാണ് ആദ്യകാലത്ത് ശ്രദ്ധിക്കപ്പെട്ടത്. അറിയാതെ അറിയാതെ എന്നിലെ എന്നിൽ നീ എന്നിൽ നീ കവിതയായി വന്നു തുളുമ്പി. പിന്നെ ചിത്രയ്ക്ക് സംസ്ഥാന അവാർഡ് കിട്ടിയ പൊന്മുട്ടയിടുന്ന താറാവിലെ കുന്നിമണി ചെപ്പു തുറന്നെണ്ണി നോക്കും നേരം, മഴവിൽക്കാവടിയിലെ ഗാനമുണ്ട്. തങ്കത്തോണി തെന്മലയോരം കണ്ടേ, പാലക്കൊമ്പിൽ പാൽക്കാവടിയും കണ്ടേൻ, മായപ്പൊന്മാനെ നിന്നെ തേടി ഞാൻ വർണ്ണപ്പൂമയിൽ തലോടാൻ മാത്രം.
ഇങ്ങനെ നിരവധി ഗാനങ്ങളുണ്ട്. ചിത്രയെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ വാണി ജയറാമിനെ മറക്കാൻ പാടില്ല. വാണി ജയറാമിൻ്റെ ഏറ്റവും മികച്ച ഗാനമായ ഏതോ ജന്മകൽപ്പനയിൽ പാളങ്ങളിലെ ഏതോ ജന്മകൽപ്പനയിൽ ഏതോ ജന്മവീഥികളിൽ ഇന്നും നീ വന്നു ഒരു നിമിഷം, ഈ ഒരു നിമിഷം വീണ്ടും നമ്മളൊന്നായി ഏതോ ജന്മകൽപ്പനയിൽ. എം ജി ശ്രീകുമാറിൻ്റെ ഗാനങ്ങളും നമ്മൾ ഓർത്തില്ല. അതായത് എം ജി ശ്രീകുമാറിന് ശരിക്കും കരിയറിലെ ഏറ്റവും മികച്ച ഗാനം കൊടുത്ത അത് ഒരു ഗാനമാണ് കിരീടത്തിലെ കണ്ണീർപ്പൂവിൻ്റെ കവിളിൽ. കണ്ണീർപ്പൂവിൻ്റെ കവിളിൽ തലോടി ഈണം മുഴങ്ങും പഴം പാട്ടിൽ മുങ്ങി മറുവാക്കു കേൾക്കാൻ കാത്തു നിൽക്കാതെ പൂത്തുമ്പി എന്തേ മറഞ്ഞു എൻ്റെ പുള്ളൂർക്കുടം പോലെ തേങ്ങി. മന്ദാരച്ചെപ്പുണ്ടോ മാണിക്യക്കല്ലുണ്ടോ കയ്യിൽ വാർമതിയേ, പൊന്നും തേനും വയമ്പുമുണ്ടോ വാനം പാടിതൻ തൂവലുണ്ടോ, ഉള്ളിൽ ആമോദത്തിരകൾ ഉയരുമ്പോൾ മൗനം പാടും. വേണുഗോപാലിനെയും സ്മരിക്കേണ്ടിയിരിക്കുന്നു. സസ്നേഹത്തിലെ പൂവിട്ട മോഹം മോകം വിതുമ്പും നേരം. ശ്രോതാക്കളെ വിഷാദത്തിൻ്റെ ഭാവതലങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ചില ഗാനങ്ങൾ. അതുപോലെ തന്നെയായി അദ്ദേഹത്തിൻ്റെ മരണവും പിന്നീട് കുടുംബത്തിൻ്റെ അവസ്ഥകളും. 2011 ഓഗസ്റ്റ് 18 ഹൃദയാഘാതത്തെ തുടർന്ന് ജോൺസൺ മാസ്റ്റർ വിട പറഞ്ഞു. 6 മാസത്തിന് ശേഷം 22 വയസ്സുള്ള മകൻ റെൻ ജോൺസൺ ചെന്നൈയിലുണ്ടായ ബൈക്ക് അപകടത്തിൽ മരിച്ചു. സംഗീത വഴികളിൽ അച്ഛനൊപ്പം ഇരിക്കാൻ കൊതിച്ച മകൾ ഷാൻ ജോൺസണും ഹൃദയാഘാതം മൂലം മരിച്ചു. അപ്രതീക്ഷിതമായി കുടുംബത്തിലുണ്ടായ 3 വിയോഗങ്ങളുടെയും ഓർമ്മകളിൽ തളരാതെ ജോൺസൺ മാസ്റ്ററുടെ പത്നി റാണി ഇന്നും ജീവിക്കുന്നു. 1986 KP കുമാരൻ്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ നേരം പുലരുമ്പോൾ എന്ന ചിത്രത്തിൽ ONV കുറുപ്പ് രചിച്ച ഒരു ഗാനം ജോൺസൺ മാസ്റ്ററിന് സ്മരണാഞ്ജലിയായി അർപ്പിക്കുകയാണ്. ഇതോടെ പാട്ടിൻ്റെ പാലാഴി എന്ന ഈ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. എൻ്റെ മൺവീണയിൽ കൂടണയാനൊരു മൗനം പറന്നു പറന്നു വന്നു, പാടാൻ മറന്നൊരു പാട്ടിലെ തേൻകണം പാറിപ്പറന്നു വന്നു. എൻ്റെ മൺവീണയിൽ കൂടണയാനൊരു മൗനം പറന്നു പറന്നു വന്നു, പാടാൻ മറന്നൊരു പാട്ടിലെ തേൻകണം പാറിപ്പറന്നു വന്നു. പൊന്തൂവലെല്ലാം ഒതുക്കി ഒരു നൊമ്പരം നെഞ്ചിൽ പിടഞ്ഞു, പൊന്തൂവലെല്ലാം ഒതുക്കി ഒരു നൊമ്പരം നെഞ്ചിൽ പിടഞ്ഞു, സ്നേഹം തഴുകി തഴുകി വിടർത്തിയ മോഹത്തിൻ പൂക്കളുലഞ്ഞു. എൻ്റെ മൺവീണയിൽ കൂടണയാനൊരു മൗനം പറന്നു പറന്നു വന്നു, പാടാൻ മറന്നൊരു പാട്ടിലെ തേൻകണം പാറിപ്പറന്നു വന്നു. സംഗീതത്തിൻ്റെ പുതുവഴികൾ തേടുന്ന ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഒപ്പം ഈ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.